ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞി സ്നാക്കാണ്. ഇഫ്താറിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വെരി ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബോൾസിൻ്റെ ഒരു ഡഫാണ് ആക്കുന്നത്. അതിന് ഒരു കപ്പ് പൊടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഉപ്പും പഞ്ചാര ഈസ്റ്റും പിന്നെ അര കപ്പ് വെള്ളം, ഒരു മുട്ടയും. വെള്ളം എന്ന് പറയുന്നത് പാലും വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റാണ്. അര കപ്പിൽ അതിൽ പകുതി പാലും പകുതി വെള്ളവും. അത് ഇളം ചൂട് വെള്ളം ഇരിക്കണം. നമ്മൾ കൈ തൊടുന്ന ഒരു ചൂട് നന്നാ കുറയാനും പാടില്ല. നല്ലൊരു ചൂടിൽ നമ്മൾ കൈ മുക്കിയാൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ആ ഒരു ചൂട്. എല്ലാം കൂടിയിട്ട് ആദ്യം വെള്ളം ചേർത്തിട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് അത് നല്ലൊരു സോഫ്റ്റ് ഡഫാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് കാണുന്നില്ല, നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് റൈസായിട്ട് വരുമ്പം അത് കറക്റ്റ് ലെവലിലേക്ക് എത്തും. കാരണം നമ്മൾ മുട്ട ചേർക്കുന്നില്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ അത് കുറച്ച് സമയം അത് പൊങ്ങാൻ വെക്കാം. എന്നിട്ട് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് ഒരു ഹാഫ് ഉള്ളി മാത്രമേ ഞാൻ എടുക്കുന്നില്ല, ചെറിയ കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്, ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സോഫ്റ്റായേ വേണ്ട, അതിൻ്റെ കളർ ഒന്ന് മാറുന്ന വരെ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ഞാൻ ഇത്ര ഓയിൽ, ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര ബട്ടർ ഇതിൽ ചേർക്കുന്നില്ല. വേറെ ഓയിലും കാര്യങ്ങളൊന്നുമില്ല. ഒരു പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം സോഫ്റ്റ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്, കാരണം നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ ആദ്യം ഒരു നുള്ളു ഉപ്പ് മാത്രം ചേർത്തിട്ട് വേണം ഈ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് റെഡിയാകാനാകുമ്പം ക്യാപ്സിക്കം ജസ്റ്റ് കടിക്കുന്ന ഒരു പാകം മാത്രമേ കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ കുക്കാക്കിയ ഒരു കപ്പ് ഫ്രൈഡ് ചിക്കനാണ്. അത് ഇങ്ങനെ ഷ്രെഡാക്കി വെച്ച് കൈകൊണ്ട് കത്തി കൊണ്ട് ഞാനിങ്ങനെ മുറിച്ചിട്ടാണ്, ഞാൻ ഗ്രൈൻഡറിൽ ഇട്ടിട്ടില്ല. ഇങ്ങനെ കൈ കൊണ്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടില്ല ഒരു കപ്പ് ചിക്കനാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ടത് ആ മിക്സ് നല്ലോണം തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഏകദേശം 7 ബോൾസോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാൻ നല്ലൊരു ഈ ഒരു സ്മോൾ സൈസ് ബോളാണ് എടുക്കുന്നത്. അത് നല്ല ഷേപ്പ് ആക്കിയിട്ട് അത് അവിടെ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡോണറ്റൊക്കെ ഫ്രൈ ചെയ്യുന്നില്ലേ, ആദ്യം മെല്ലെ സ്ലോ ഫയറിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലും ഉള്ളി വെന്ത് കിട്ടും. നല്ല ഹീറ്റിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ ഭാഗം മാത്രം നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇളം ബ്രൗൺ ആയാൽ മാത്രം മതി. നമ്മളെ കുഞ്ഞി ബന്നാണ് ഇവിടെ ആക്കുന്നത്. അപ്പോൾ ഇത് ബേക്കിംഗ് അല്ല, ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു കളർ മാറിയാലാണ് നമ്മളിത് റെഡി ആയിട്ട് എന്ന് വിചാരിക്കുക. അപ്പം ഇത് ആകുന്നവരെ ഇത്രയും ഫ്രൈ ചെയ്യണ്ടു. ഈ സമയം കൊണ്ട് നമ്മൾ ഫില്ലിങ് നല്ല തണുത്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസും പിന്നെ മയോനീസും ഇതും കൂടിയിട്ട് ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം മയോനീസിലും ഉപ്പുണ്ടാവും, പിന്നെ സോസിലും നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. നമ്മളെ ബോൾ ഇങ്ങനെ നല്ല ചൂടുണ്ട് ഇത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ബോൾ ഞാനിപ്പോൾ മുറിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇത് സ്ലോലി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണ്ട, കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് ചെയ്ത് വരാൻ, ഈ ഫ്രൈ ചെയ്താൽ. എന്നിട്ട് നല്ല വെന്തിട്ടുണ്ട്. ഉള്ളിൽ നിങ്ങൾക്ക് കാണുന്നില്ല, കുഞ്ഞി ബോൾ പോലെ ബൻസ് പോലെയാണ്. അപ്പോൾ 1 ടീസ്പൂണിൻ്റെ അത്ര മാത്രം നമ്മൾ മിക്സ് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കൂടുതൽ മയനീസ് ചേർത്തിട്ടില്ല, നമ്മൾക്ക് അത്ര മയനീസ് ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം മയനീസ് ചേർക്കാൻ. നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത് ചീസാണ്, ക്രീം ചീസ്. നല്ല ക്വാളിറ്റിയിൽ ക്രീം ചീസ് നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നതാണെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഇത് മയനീസാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നല്ല സെറ്റാക്കി കൊടുക്കുക. ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ജസ്റ്റ് സൈഡാക്കിയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കെല്ലാം നിങ്ങൾക്കും ഒരു ഡിഫറെൻ്റ് ആയിട്ട് സ്നാക്ക് വേണമെങ്കിൽ നമ്മൾ ഈ ഇഫ്താറിന് നിങ്ങൾക്ക് റെഡിയാക്കാം. പിന്നെ അത് മാത്രമല്ല, ഇത് കഴിച്ചാലും ഒന്ന് കഴിക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കപ്പ് കൊണ്ട് മാത്രം ഇത് തയ്യാറാക്കിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ക്യാരറ്റ് ക്യാബേജൊക്കെ ആഡ് ചെയ്യാം. ഞാൻ പിന്നെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. വീട്ടിലില്ല കുറച്ച് ചേരുവകൾ വെച്ചിട്ട് മാത്രം ഒരു ചെറിയ ഒരു ഉള്ളിയും ഒരു തക്കാളിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.